പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഗുഡ് മോർണിംഗ് ഓൾ. Good morning. Good morning. Good morning, madam. Good Good morning, morning. Bilbil team. താങ്ക് യു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ഷഹന മാം ആണ്. മാം UAE നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. മാം RBT സർട്ടിഫൈഡ് ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആണ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യും. Thank you so much, Sajna ma'am. Good morning, all. Good morning. എന്താ എല്ലാവർക്കും വിശേഷം? സുഖല്ലേ? സുഖം. ഞാന് ഇവിടെ UAE അബുദാബി നിന്നാണ് ജോയിൻ ചെയ്യണത്. ഇവിടെ അസാന്റെ സമയമാകുമ്പോ ഒരു 5 minutes ബ്രേക്ക് എടുക്കൂട്ടാ. ഇവിടെ പ്രയറിന്റെ ടൈമാണ്. അപ്പം തുടങ്ങാം അല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഹൗ ടു സേ നോ വിത്തൗട്ട് ഫീലിംഗ് ഗിൽറ്റി. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നല്ലേ, നമ്മള് ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ അവസ്ഥ വന്നില്ലായിരുന്നു. എന്തെങ്കിലും ഒരു ആരുടെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എപ്പോഴും എത്തിയിട്ടുണ്ടാവും. ഒരു നോ അന്ന് ഞാനൊരു നോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എനിക്കത് വരില്ലായിരുന്നു. അന്ന് ആ പൈസ അങ്ങനെ കടം കൊടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഈ ബന്ധം, ഞങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നും ഇങ്ങനെ ഇതുണ്ടായിരുന്നു. ചിലപ്പോ ഒരു നോ കൊണ്ടായിരിക്കും നമ്മുടെ ലൈഫ് മാറുന്നത്. അപ്പൊ കുറ്റബോധമില്ലാതെ നോ എങ്ങനെ പറയാം എന്നാണ് പാറ്റി ബ്രിറ്റ്മൻ എന്ന് പറയുന്ന ഒരാളുടെ ഈ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സജ്നമ്മ, നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഷെയർ ചെയ്യാൻ ഞാൻ ഹോസ്റ്റ് ആക്കാം. ഓക്കെ. ഷെയർ ചെയ്തോളൂ ട്ടോ. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈ പുസ്തകത്തില് കുറ്റബോധമില്ലാതെ നോ പറയാൻ പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ സമയം ലാഭിക്കൽ, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ, ആരോഗ്യപരമായ ബന്ധങ്ങൾ നിലനിർത്താൻ സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകൽ. ഇതാണ് ഈ പുസ്തകത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യം നമ്മൾ ഈ ഒരു നോ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാണ്, നമ്മുടെ പ്രയോറിറ്റിയേക്കാൾ മുൻപിലുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ സമയം ലാഭിക്കുകയാണ്, മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയാണ്. നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനുസരിച്ച് ആ ഒരു സമ്മർദ്ദം നമ്മൾ കുറയ്ക്കുകയാണ്. ആരോഗ്യപരമായ ബന്ധങ്ങൾ നിലനിർത്താനും സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാനും നമ്മൾ ഈ ഒരു നോ പറയാൻ പഠിച്ചാൽ നമുക്ക് സാധിക്കും. ഒരു കഥ ഉണ്ട്. അതായത് ഒരു ബസ്സിൽ ഇങ്ങനെ ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരാള് രാത്രി എങ്ങാണ്ടാണ്. അപ്പം അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആള് കുറച്ച് ചില്ലറ ഈ സൈഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഒരു അമ്പലം വരും, ആ സമയമാകുമ്പോ നിങ്ങൾ ഈ പൈസ അവിടെ എറിയണം. എന്നിട്ട് ഇവര് കിടന്ന് ഉറങ്ങി മറ്റേ സൈഡ്. ഈ സൈഡിലുള്ള ആൾക്കാർ ഉറങ്ങാതെ, അമ്പലവും കാണുന്നില്ല, ഒന്നുമില്ല. അന്നത്തെ യാത്ര മുഴുവൻ ഉറങ്ങാതെ കാത്തിരുന്നിട്ട് പിന്നെ എവിടെയൊക്കെയോ എറിഞ്ഞ് അവര് ഉറക്കം വന്നിട്ട്. അപ്പം ഒരു നോ പറയാന് പറ്റാത്തതുകൊണ്ട് അവരുടെ അന്നത്തെ ഉറക്കവും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. അപ്പം അതാണ് മാനസിക സമ്മർദ്ദം. നമ്മുടെ ആവശ്യങ്ങള് അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കാര്യം പറയും, നമ്മൾ ഈ സമ്മർദ്ദം ആയിട്ട് നടക്കണം. ഇനി നോ എന്ന വാക്കിന്റെ ശക്തി. നമ്മളൊരു നോ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ സമയം ലാഭിക്കുന്നു, മനസ്സമാധാനം നൽകുന്നു, ആത്മവിശ്വാസം വളർത്തി ആരോഗ്യപരമായ അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നു. അപ്പം നമ്മളെപ്പോഴും
ഒരു നോ പറയായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു സമയം നമുക്ക് അവിടെ ലാഭിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ ഇങ്ങനെ നോ പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ നമ്മുടെ സമയത്തെ കുറച്ച് കാണുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ സമയം കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ സമയം നമ്മൾ കളയാണ്. മനസ്സമാധാനവും നഷ്ടപ്പെടും. നമുക്കൊരു നോ പറയാൻ സാധിക്കില്ലെങ്കിൽ നമ്മുടെ മനസ്സമാധാനവും നഷ്ടപ്പെടും. ഒരു സുഹൃത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ നോട്ട് ചോദിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും കൊടുത്താൽ നിങ്ങളുടെ പഠനം തന്നെ ബാധിക്കും. പകരം ക്ഷമിക്കണം എന്ന് ഇന്ന് എനിക്ക് നോട്ട് വേണം എന്ന് പറയാം. നമുക്ക് ആദ്യം തന്നെ ഒരു നോ ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, സോറി, എനിക്ക് ഇന്ന് തരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാള് പൈസ ചോദിക്കാണ്. ഓക്കെ, ഒരു 5 minutes ബ്രേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് നോ പറയാൻ പഠിച്ചാല് നമുക്ക് ആദ്യം സമയം ലാഭിക്കുന്നു, മനസ്സമാധാനം നൽകുന്നു, ആത്മവിശ്വാസം വളർത്തി ആരോഗ്യപരമായ അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നു. നമുക്കെപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകാനും മനസ്സമാധാനം കിട്ടും. അതൊരു പ്രത്യേക വലിയൊരു കാര്യമാണ്. നമുക്ക് മനസ്സമാധാനം വേണമെങ്കിൽ നമ്മൾ ശക്തിയായിട്ട് ഒരു നോ നമ്മുടെ അതായത് എല്ലാരോടും ഇങ്ങനെ നോ പറഞ്ഞു നടക്കല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളോട് നോ പറയാം. നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഒരു തരത്തിലും യെസ് പറയാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇല്ല എന്ന് പറയാൻ മടിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ എന്ന് പറയും. അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? അതെ അതെ.
ഉണ്ട്. അത് അവരെന്ത് വിചാരിക്കുക, ഞാൻ ഇനിയിപ്പോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തേലും വിചാരിക്കോ, ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ഭയം, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന ആഗ്രഹം, പിന്നെ ഒരു കുറ്റബോധം അനുഭവപ്പെടൽ, ബന്ധങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം. ഇതാണ് നമ്മളൊരു നോ പറയാനായിട്ട് മടിക്കുന്ന ഒരു കാര്യം. കാരണം ഇത് കാരണം മറ്റുള്ളവര് അത് കഴിഞ്ഞ് അവരുടെ കാര്യം അത് എന്തേലും വിചാരിച്ചോട്ടെ, നമുക്കതൊരു പ്രശ്നമാണ്, ഭാവിക്ക് അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് അതൊരു പ്രശ്നമാണ് എന്നൊക്കെ നമുക്ക് പ്രശ്നമാണെങ്കിൽ ഒരു നോ അവിടെ ഒരു കാമായിട്ട് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇതിന്റെ നോ പറയുന്നതിന്റെ 2 അടിസ്ഥാന തത്വങ്ങൾ. ആദ്യം ചെറിയ കാര്യങ്ങളിൽ തുടങ്ങാം. നമ്മൾ തീരെ നോ പറയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ആദ്യം ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങണം. ഇപ്പൊ നീ അങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, ഇന്ന് എനിക്ക് വയ്യ, അല്ലെങ്കിൽ അല്ല ഇന്ന് എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ചെറിയ കാര്യങ്ങളിൽ ആദ്യം നോ പറയാൻ ശ്രമിക്കുക. പിന്നെ ഞാനൊരു ഉദാഹരണം, ഞാൻ ഇത്രയും കാലം അവരെ സഹായിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കിക്കുക. ഓക്കെ, ഇതാണ് ഇല്ല പറയാൻ പഠിക്കുന്നത്. 2 പ്രധാന തത്വങ്ങൾ ഓർക്കുക. ആദ്യം ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ദൈനംദിന ജീവിതത്തിലെ ലളിതമായ അഭ്യർത്ഥനകൾ നിരസിക്കാൻ ശ്രമിക്കുക. ക്ഷീണം, അതായത് ഉദാഹരണം, ക്ഷീണം അനുഭവപ്പെടുമ്പോൾ പുറത്തു പോകാനുള്ള ക്ഷീണം ഇല്ല എന്ന് പറയുക. ഇത് ചെറിയ ചുവടുവെപ്പാണ്, എന്നാൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇപ്പൊ ആദ്യമായിട്ട് തീരെ നോ പറയാത്ത ആൾക്കാർക്കാണ് ഈ ഇത്തരം കാര്യങ്ങൾ കേട്ടോ. തീരെ നോ പറയാൻ ബുദ്ധിമുട്ട്, അവരിനി എന്തെങ്കിലും വിചാരിക്കുമെന്ന് എല്ലാരും എന്ത് പറഞ്ഞാലും യെസ് പറയണ ചില ആളുകാരുണ്ടാവും. എത്ര വയ്യെങ്കിലും ചിലപ്പോ ഞാൻ വരാം, ഒരു നോ പറയണോണ്ട് കാര്യമില്ല. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അതായത് അത്ര വലിയ കാര്യമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. എല്ലാവരോടും ഇങ്ങനെ നോ പറയാനല്ല പറയുന്നത്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കണം, അതൊക്കെ ചെയ്യണം. ഈ നിസ്സാരമായി നമ്മൾ അത്രയും ടയർഡായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു കാര്യത്തിന് വിളിക്കുകയാണെങ്കിൽ അവിടെ നോ പറയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഞാൻ എന്നിട്ടില്ല എന്ന് അതാണ് ഫസ്റ്റത്തെ ചുവടുവെപ്പ്. ഓക്കെ, ലെസ് ഈസ് മോർ. നമ്മൾ ആദ്യം ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണ്ട, അത് കഴിഞ്ഞ് ഇന്ന് നാളെ കല്യാണം ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം, ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യം ലളിതമായി പറയുക, ഇല്ല എന്ന് മാത്രം പറഞ്ഞിട്ട് അതിൽ ഉറച്ചു നിന്നാൽ മതി. ഇല്ല പറയുമ്പോൾ നീണ്ട വിശദീകരണങ്ങൾ ഒഴിവാക്കുക. കൂടുതൽ കാര്യങ്ങൾ പറയും തോറും മറ്റുള്ളവർക്ക് നിങ്ങളെ പ്രേരിപ്പിക്കാൻ കൂടുതൽ അവസരം ലഭിക്കും. അതായത് ഇപ്പൊ നമ്മള് ഇനിയിപ്പോ നാളേക്ക് വരാൻ പറ്റില്ല, എനിക്ക് നാളെ അങ്ങനെ ഒരു കല്യാണം ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോ, എന്നാ പിന്നെ നീ അങ്ങനെ വരുമ്പോ ഇങ്ങനെ ചെയ്തോ എന്ന് അവർക്ക് പറയാനുള്ള ഒരു അവസരം കിട്ടും. ഒരു ഇല്ലാണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ അധികം ചോദിക്കാനും അധികം അവസരങ്ങൾ പ്രേരിപ്പിക്കാനുള്ള ഒരു അവസരം നമ്മളോട് കൊടുക്കുന്നില്ല. ഞാൻ വരാൻ ശ്രമിക്കാം, പക്ഷെ ജോലിയുണ്ട്, കുട്ടികളെ നോക്കണം, ക്ഷീണമുണ്ട്, ഇതൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വരാൻ പോരട്ടില്ലെങ്കിൽ ശരിയാതെ തരണം, സോറി എനിക്ക് പറ്റില്ല, ഈ അങ്ങനെ പറഞ്ഞ് ശീലിക്കണം. നമ്മളെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വിശദീകരിക്കാൻ നിൽക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, എന്നാ പിന്നെ ആ വഴി പോകുമ്പോ ഇങ്ങനെ ഇയാള് ഞാൻ അങ്ങോട്ടാക്കാം, എന്നിട്ട് ഇങ്ങനെയൊക്കെ, പിന്നെ അതാകെ അവർക്ക് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. സോറി എനിക്ക് പറ്റില്ല, കൂടുതൽ കാരണങ്ങൾ പറഞ്ഞാൽ ദുർബലമായ ഒരു നിലപാട്, ചർച്ചയ്ക്ക് ഇടം നൽകൽ, ബുദ്ധിമുട്ട് കൂടുന്നു, ലളിതമായ ഇല്ല, ഏറ്റവും ശക്തമായ ഉത്തരം അതാണ്. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് സമയം വാങ്ങൽ. ഉടനെ തന്നെ നോ എന്ന് പറയില്ല, ഉടനെ തന്നെ അതെ എന്ന് പറയരുത്. ഒരു നിമിഷം ചിന്തിക്കാൻ സമയം ആവശ്യപ്പെടുക. ഇത് നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കും. ഉദാഹരണം, മേലധികാരി അധിക ജോലി ആവശ്യപ്പെടുമ്പോൾ ഉടൻ സമ്മതിക്കാതെ ഞാൻ എൻ്റെ ഷെഡ്യൂളും നോക്കട്ടെ, തിരിച്ചറിയിക്കാം എന്ന് പറഞ്ഞ് സമയം നേടാം. ഓക്കെ, നമ്മളെല്ലാവരും എന്തിപ്പോ അങ്ങനെ നോ പറയാത്ത ഒരാളാണെങ്കിൽ പിന്നെ ഈ ഓഫീസിലും കാര്യങ്ങൾക്കൊക്കെ ഈ പണിയെടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ നോ പറയണം.
അവരുടെ ടൈം കഴിഞ്ഞാൽ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇതും കൂടി ഏറ്റെടുത്ത എൻ്റെ ഇപ്പം ചെയ്യണ പണീനെ അത് ബാധിക്കും എന്നൊക്കെ അവരോടൊന്ന് പറയണോണ്ട് തെറ്റില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്, എൻ്റെ ഷെഡ്യൂൾ ഒന്ന് നോക്കട്ടെ, ഞാൻ അറിയിക്കാം, ഐ ഗെറ്റ് ബാക്ക് ടു യു. അങ്ങനെ ഒരു കുറച്ച് സമയം വാങ്ങിയതിന് ശേഷം നമ്മൾ ഷെഡ്യൂൾ നോക്കിയിട്ട് വേണം നമ്മൾ അവരോട് കാര്യങ്ങൾ പറയാനായിട്ട്. പിന്നെ അടുത്ത ടെക്നിക്ക് ഇതിൽ പറയുന്നതാണ് സാൻഡ്വിച്ച് ടെക്നിക്ക്. സാൻഡ്വിച്ച് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു യെസ്, പിന്നെ ആദ്യം ഒരു പോസിറ്റീവ്. ഇപ്പൊ ഒരാള് ഒരു കല്യാണത്തിന് വിളിച്ചെന്ന് വെച്ചു, നമുക്ക് താല്പര്യമില്ലാത്തവരാണെങ്കിൽ, നമുക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു കല്യാണമാണെങ്കിൽ ആദ്യം എന്നെ വിളിച്ചതിൽ നന്ദിയിട്ട്, എന്നെ ഓർത്തതിൽ നന്ദി, എനിക്ക് വരാൻ പറ്റില്ല, അന്നത്തെ ദിവസം എനിക്ക് വരാൻ പറ്റില്ല. എന്നിട്ട് അടുത്ത ഓഫർ നമുക്ക് അതില്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം വഴി വരുമ്പോൾ നമുക്കൊന്ന് കാണാം. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കണം നമ്മൾ നോ പറയേണ്ടത്. അല്ലാതെ നമ്മൾ എടുത്തഴിക്കോ, ചില ആളുകൾക്കുണ്ട് അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നൊരു നോ ആണ്. കുറച്ച് കാമായിട്ട് നമ്മുടെ കാര്യം വ്യക്തമായിട്ട് പറയണം. ചില കാര്യങ്ങൾ നമ്മൾ അത്രയും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലായാലും ചില ആളുകൾക്ക് നോ പറയൽ കുറച്ച് കൂടുതലുള്ള ആൾക്കാരുണ്ടാവും. യെസ് പറയുന്നത് ബുദ്ധിമുട്ട്, നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള പോലെ ചിലർക്ക് അത് യെസ് പറയാനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. അതിപ്പോ കുടുംബ ബന്ധങ്ങളെ അത് ബാധിക്കും. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കാമായിട്ട് ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഈ ഒരു സാൻഡ്വിച്ച് ടെക്നിക്ക് യൂസ് ചെയ്യാം. അതായത് ആദ്യം ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം, നന്ദി അല്ലെങ്കിൽ അഭിനന്ദനം ആദ്യം പറയുക. അതിനുശേഷം ക്ലിയർലി ലളിതമായി ഉറച്ചുമായി നിരസിക്കുക. പിന്നെ ഓഫർ ആൻഡ് ഓൾട്ടർനേറ്റീവ്, അതിനായിട്ട് ഒരു ബദലായിട്ട് നമ്മളൊരു കാര്യം നമ്മൾ പറയാം. അങ്ങനെ ആ ഒരു സോഫ്റ്റ് ആയിട്ട് ആ ഒരു കോൺവെർസേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതല്ലാതെ നമുക്ക് നമ്മൾ അത്രയും ക്ഷീണിതരായിരിക്കുന്ന സമയത്ത് വെറുതെ യെസ് പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടാക്കാതെ, നോ പറഞ്ഞ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യിപ്പിക്കാതെ, ഇങ്ങനെ ഈ ഒരു സാൻഡ്വിച്ച് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് അവിടെ അങ്ങനെ അവസാനിപ്പിക്കാം. പിന്നെ അടുത്തൊരു ടെക്നിക്കാണ് ബ്രോക്കൺ റെക്കോർഡ് ടെക്നിക്ക്. ഒരേ ഉത്തരം ആവർത്തിക്കുക, പുതിയ കാരണങ്ങൾ നൽകാതെ. ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ ശാന്തവും ഉറച്ച ഒരേ മറുപടി ആവർത്തിക്കുക. സോറി, ഐ കാൺട്ട് ഹെൽപ്പ് വിത്ത് ദാറ്റ്. ഐ അണ്ടർസ്റ്റാൻഡ് ബട്ട് ഐ സ്റ്റിൽ കാൺട്ട്. ഐ നോ ബട്ട് മൈ ആൻസർ ഇസ് നോ. അങ്ങനെ ആ ഒരു കാര്യത്തിൽ അങ്ങനെ പ്രലോഭിപ്പിക്കാനും പല കാര്യത്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ആദ്യം തന്നെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നോക്കട്ടെ, പിന്നെ അങ്ങനെ കണ്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ ഇതിലേക്ക് വലിച്ചിടാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു നോ ആണ് പറയണെന്ന് വെച്ചാൽ ആ നോയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമുക്കതിനെ കോൺസിക്വൻസ് നമുക്ക് പ്രശ്നമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു നോയിൽ ഉറച്ച് നിൽക്കണം. അടുത്ത ഒരു ടെക്നിക്കാണ് കൗണ്ടർ ഓഫർ ആൻഡ് ചേഞ്ച് ഓഫ് മൈൻഡ്. അതായത് നമ്മൾ അതിനൊരു ബദൽ വാഗ്ദാനം നൽകാം. നമ്മൾ ഒരു ഓഫർ നമ്മൾ ഇന്ന് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഞാൻ ആ വഴി വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു ബദലായിട്ടുള്ള ഒരു വാഗ്ദാനം നൽകാം. പിന്നെ നമ്മൾ ആദ്യം യെസ് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് വിളിച്ചിട്ട് ഞാൻ നോക്കി പിന്നെ ഷെഡ്യൂൾ ഓക്കെ അല്ല, പിന്നെ ഒരു നോ പറയണോണ്ട് തെറ്റില്ല. ബദൽ വാഗ്ദാനം നൽകുക, ഇന്ന് വരാൻ കഴിയില്ല പക്ഷെ നാളെ സഹായിക്കാം. ഓക്കെ, സമ്മതിച്ചതിന് ശേഷം മനം മാറ്റുന്നത് തെറ്റില്ല, ഞാൻ വീണ്ടും ആലോചിച്ച് എനിക്കത് ചെയ്യാൻ കഴിയില്ല കേട്ടോ എന്ന് ഒരു നോ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കൗണ്ടർ ഓഫർ നൽകുമ്പോൾ ബന്ധം നിലനിർത്തുകയും സ്വന്തം അതിർത്തി സംരക്ഷിക്കുകയും ചെയ്യാം. അതായത് അപ്പൊ നമ്മള് ആ ഒരു കൗണ്ടർ ഓഫർ കൊടുക്കുന്നത് അവർക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് നമ്മളോടുള്ള ആ ഒരു ഇത് കുറയാനുമായിട്ട് സാധിക്കാം. പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ബദലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കൊടുക്കാം. ഇനി എങ്ങനെയാണ് പണം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. ഒരുവിധം ബന്ധങ്ങളൊക്കെ തകരുന്നത് ഈ കടം കൊടുക്കുമ്പോഴാണ്. അതുവരെ നല്ല രീതിയിൽ പോകുന്ന ആളുകളായിരിക്കും. കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നങ്ങളായിരിക്കും. കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക്
നമ്മള് കടം അങ്ങനെ കൊടുത്ത് പിന്നെ ആ ഒരു ബന്ധം വഷളാക്കാതിരിക്കുകയായിരിക്കും നല്ലത്. സാമ്പത്തിക അതിർത്തികൾ സ്ഥാപിക്കുന്നത് ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നു. പണം ചോദിക്കുമ്പോൾ വിനയത്തോടെ എന്നാൽ ദൃഢമായി ഇല്ല എന്ന് പറയാൻ പഠിക്കുക. ഉദാഹരണ വാക്യങ്ങൾ: ഞാനിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, സഹായിക്കാൻ കഴിയില്ല. പിന്നെ അത്രയും പറഞ്ഞിട്ട് അവിടെ നിർത്തുക. പിന്നെ കൂടുതൽ ഇങ്ങനെ നോക്കട്ടെ നോക്കി കഴിഞ്ഞാൽ വീണ്ടും അവര് ചോദിച്ചുകൊണ്ടേയിരിക്കും. കടം കൊടുക്കുന്ന ശീലം എനിക്കില്ല, ക്ഷമിക്കണം. നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പോ സാധിക്കില്ല. ഇങ്ങനെ നമുക്ക് ആ ഒരു പണം ചോദിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. മറ്റു ചില ആളുകളുണ്ട്, കാശില്ലെങ്കിലും കടം വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് കടം കൊടുക്കും. അവരുടെ ബുദ്ധിമുട്ടാണ് നമുക്ക് വലുത്. എന്നിട്ട് പിന്നെ അവരുടെ പുറകെ നടന്ന് ബന്ധങ്ങൾ വഷളായി പിന്നീട് വർഷങ്ങളോളം ആ ഒരു സ്നേഹം ഇല്ലാതാവും. ഇത് സൗഹൃദം നിലനിർത്തി സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും. ദൃഢമായ നിലപാടോടെ ബന്ധം കേടുകൂടാതെ സൂക്ഷിക്കുക. ഇല്ല പറയുന്നത് സ്വാർത്ഥതയല്ല, ആത്മാഭിമാനവുമാണ്. അപ്പൊ ആ ഒരു നോ പറഞ്ഞ പിന്നെ നമുക്ക് ഈ നല്ല രീതിയിലൊരു നോൺ പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ആളുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല. അവർ വേറെ എവിടെന്നെങ്കിലും കടം പൈസ അയച്ചോട്ടെ. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ ഇതായിട്ട് സഹായിക്കാം. അല്ലാതെ കടം ഇല്ലാത്തോടത്ത് കടം കൊടുത്തിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്ന് ഉറപ്പുള്ളടത്ത് കടം കൊടുത്തിട്ട് ആ ഒരു ബന്ധം ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു നോ പറയല്. ഇനി ജോലി സ്ഥലത്ത് എങ്ങനെയാണ് ഇല്ല എന്ന് പറയല്? ജോലി സ്ഥലത്ത് അതിരുകൾ നിശ്ചയിക്കുന്നത് ദൗർബല്യമല്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെ അടയാളമാണ്. അധിക ജോലി ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ നിലവിലെ ഉത്തരവാദിത്തങ്ങൾ വിലയിരുത്തുക. ടീം ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. ഉദാഹരണം: ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ കഴിയില്ല, പക്ഷെ അടുത്ത ആഴ്ച സഹായിക്കാം. ഓർക്കുക, നിങ്ങൾ ഇല്ല പറയുമ്പോൾ ഗുണനിലവാരമുള്ള ജോലിക്ക് ഉണ്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മളൊരു അത്യാവശ്യം നല്ലൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇനി കുറെ വർക്ക് ലോഡ് എടുത്തിട്ട് ഇതിന്റെയും ക്വാളിറ്റിയും കൂടി കുറച്ചിട്ട് നമ്മുടെ ഉള്ള പ്രശ്നം, നമ്മുടെ ഉള്ള ആ ഒരു ക്വാളിറ്റി നമ്മൾ കുറയ്ക്കുകയാണ്. അതിനേക്കാൾ നല്ലത് ഓക്കെ, ഞാൻ ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റാണ് ചെയ്യുന്നത്, ഇനി ഇതും കൂടി ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതിനെയും കൂടി അത് ബാധിക്കും, ഞാൻ പിന്നീട് അത് ചെയ്യാം എന്ന് പറയാം. അതല്ല നമ്മൾ വല്ലാതെ നല്ല പുള്ളി ആവാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പണിയെടുത്തിട്ട് അവിടെ നമ്മളെ ജീവിതം തീരുള്ളൂ. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ അധിക ജോലി സ്മാർട്ടായി കൈകാര്യം ചെയ്യും. തൊഴിൽപരമായ അതിരുകൾ നിശ്ചയിക്കുക. ടീം വർക്കും ആത്മപരിചരണം. നമ്മൾ അതൊരു ഡെലിഗേറ്റ് ചെയ്യുക, വർക്ക് ഡെലിഗേറ്റ് ചെയ്യുക, എല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. ചില അമ്മമാർക്കുണ്ട് അങ്ങനെ ഒരു പ്രശ്നം. ഈ മക്കളെ കൊണ്ടും പണിയെടുപ്പിക്കില്ല, ഭർത്താവിനെ കൊണ്ടും പണിയെടുപ്പിക്കില്ല. ഈ അമ്മ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടും. അത് അവരൊന്നും ചെയ്യണ്ട എന്നുള്ള ആ ഒരു ഇത്. ചില ജോലികൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്താൽ നമുക്കും കുറച്ച് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. മക്കളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, ഹസ്ബൻഡിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അങ്ങനെ എല്ലാതും ഞാൻ തന്നെ ചെയ്യാം എന്ന് പറയേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ നോ തന്നെ പറയണം. നോ പറയേണ്ടടുത്ത് നോ പറയാം. ഇനി കുടുംബത്തിൽ എങ്ങനെയാണ് ഇല്ല, അത് കുറച്ച് കഷ്ടമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ബന്ധങ്ങൾ നമുക്ക് എപ്പോഴും നിലനിർത്തണം. ചിലര് നോ ഉണ്ട് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു ബന്ധങ്ങൾ മൊത്തം തകർക്കുക, അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ ആ ഒരു സോഫ്റ്റ് കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളവരോട് നോ പറഞ്ഞാൽ അവര് പിന്നെ അവരെ ആരെയും നോക്കി പോയി, അത് പ്രശ്നമുള്ള കാര്യമല്ല. ഇവരെ നമ്മൾ വീണ്ടും കാണേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ബന്ധങ്ങൾ നിലനിർത്തണം, അവരെ നമുക്ക് സ്നേഹിക്കണം, അവർക്ക് നമ്മളെ സ്നേഹിക്കണം, നമ്മളെന്നും കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ നമ്മൾ സംസാരിക്കുന്ന രീതിയാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. നല്ല രീതിയിൽ പറഞ്ഞ് അവർക്ക് വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ നോ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കണം. കുടുംബ ബന്ധങ്ങളിൽ അതിരുകൾ നിലനിർത്തുന്നത് ആരോഗ്യപരമായ ജീവിതത്തിന് അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. മൂത്തവരെ ബഹുമാനിക്കുമ്പോഴും സ്വന്തം ആവശ്യങ്ങളെ മാനിക്കണം. ഇന്ത്യൻ മലയാളി സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇല്ല എന്ന് പറയുന്നത് ബഹുമാനക്കുറവല്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെ ലക്ഷണമാണ്. കുടുംബ പ്രതീക്ഷകൾ ക്രമീകരിക്കൽ, മൂത്തവരെ ബഹുമാനിച്ച് അതിർത്തി പാലിക്കൽ സാംസ്കാരിക പരിഗണന. അപ്പൊ ഇവിടെ ഈ കുടുംബ ബന്ധങ്ങളിൽ ഇല്ല എന്ന് പറയല് നമ്മൾ പരിശീലിക്കണം. എങ്ങനെയാന്ന് വെച്ചാല്
ഈ ടെക്നിക്സ് സാൻഡ്വിച്ച് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് ആദ്യം ഇങ്ങനെ പറഞ്ഞത് നന്ദി, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് പിന്നീട് ആ ഒരു ഓഫർ കൊടുത്തിട്ട് ഇതാക്കുക. എല്ലാത്തിനും നമ്മൾ നോ പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് പറ്റില്ല. അതിനകത്ത് അത്യാവശ്യ കാര്യങ്ങളിൽ സഹായിക്കും വേണം. അത്യാവശ്യ കാര്യങ്ങളിൽ നമ്മൾ അവരെ എല്ലാത്തിനും ഇങ്ങനെ നോ പറയാനായിട്ട് പറ്റില്ല. നമ്മൾക്ക് അതൊരു കോൺസിക്വൻസ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമാണ്. നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവരെ സഹായിക്കാം. നമുക്കത് അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഇനി ഇത് അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ആകെ ടയർഡാവും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് നോ പറഞ്ഞ് അവസാനിപ്പിക്കണം. ആ നോയിൽ പിന്നെ നമ്മൾ ഉറച്ചു നിൽക്കും വേണം. സുഹൃത്തുക്കളോട് ഇല്ല പറയൽ. സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിർത്തികൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. യഥാർത്ഥ സൗഹൃദം നിങ്ങളുടെ ഇല്ല എന്ന ഉത്തരവാദിത്തത്തെ ബഹുമാനിക്കുകയാണ് ചെയ്യുക. ശരിക്കുള്ള സൗഹൃദം ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോനെ അവർ റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുക. സഹപ്രവർത്തകരുടെ സമ്മർദ്ദത്തെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ പഠിക്കും. സ്നേഹത്തോടെ ഇല്ല പറയുന്നത് ബന്ധങ്ങളെ ദുർബലമാക്കില്ല, മറിച്ച് കൂടുതൽ ആരോഗ്യകരമാക്കും. അപ്പം ചില ഇത് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നമ്മൾ ഒരു സ്റ്റാൻഡുള്ള ഒരാളാണെന്ന് നമുക്ക് ഈ നോ പറയുന്നതിലൂടെ നമ്മൾ തെളിയിക്കുകയാണ്. അല്ലാതെ നമ്മൾ എല്ലാത്തിനോടും യെസ് പറഞ്ഞാൽ അവരുടെ ഉള്ളിലും ഉണ്ടാവും പിന്നെ അവനെ വിളിക്കാം, എത്ര അവന് ടയർഡായാലും അവൻ വരും എന്നുള്ള ആ ഒരു ഇത് കൊടുക്കരുത്. നമ്മുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് അതിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ആത്മാഭിമാനം കിട്ടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കുട്ടികളോട് ഇല്ല പറയൽ. രക്ഷിതാക്കൾ എന്ന നിലയിൽ കുട്ടികളോട് ഇല്ല പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നാം. എന്നാൽ സ്നേഹത്തോടെ അതിരുകൾ നിശ്ചയിക്കുന്നത് കുട്ടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതിർത്തികൾ ഇല്ലാതെ വളരുന്ന കുട്ടികൾ ജീവിതത്തിൽ നിരാശ, ഉത്കണ്ഠ, ആത്മനിയന്ത്രണക്കുറവ് എന്നിവ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ദൃഢതയോടെയും സ്നേഹത്തോടെയും ഇല്ല പറയുന്നത് കുട്ടികൾക്കൊരു ജീവിത പാഠം നൽകുകയാണ്. ഇപ്പൊ പറയുന്നതെല്ലാം കുട്ടികൾക്ക് സാധിപ്പിച്ച് ഇങ്ങനെ കൊടുക്കുമ്പം കുട്ടികൾ ഈ നോ കേൾക്കാണ്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവര് വലുതായി കഴിഞ്ഞാല് ഇവർക്ക് അതൊരു വലിയ പ്രശ്നമായി മാറും. ഇവര് പിന്നെ ഡിപ്രഷനും ആങ്സൈറ്റിയോടുകൂടി ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാണ്ട് നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക. ഇപ്പൊ ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്, ഇപ്പൊ അത് കിട്ടില്ല, ആ ഇതിൽ ഉറച്ചിക്കുക. പിന്നെ എന്ത് കരഞ്ഞു പെറിഞ്ഞാലും നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഒരു ടൈം കഴിഞ്ഞാൽ മാത്രമേ അവർ ചോദിക്കുന്ന സാധനം കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആ ഒരു നോല് നമ്മൾ ഉറച്ചു നിൽക്കുക. അത് അവർക്കൊരു ജീവിത പാഠം കൂടിയാണ് നൽകുന്നത്. ഇപ്പൊ പറയുന്നത് ചിലരുണ്ടാവും കുട്ടികൾ കൊഞ്ചിച്ചിട്ട് എന്താണോ പറയണത് അതെല്ലാം കുടിച്ചു, അത് ശരിക്കും അവരുടെ ഇത് കുറയ്ക്കണം. അവർക്കൊരു ലൈഫ് ലെസൺ നമ്മൾ കൊടുക്കുന്നില്ല. പിന്നീട് ഈ കുട്ടി സ്കൂളിലൊക്കെ പോയി ഒരു നോ കേട്ടാ പിന്നെ സങ്കടത്തോടു കൂടി എന്നോട് ഇങ്ങനെ പറഞ്ഞ്, കാരണം കുട്ടി അത് അനുഭവിച്ചിട്ടില്ല. അപ്പൊ വീട്ടിൽ തന്നെ നമ്മൾ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നോ പറഞ്ഞ് ശീലിപ്പിക്കണം. പിന്നെ ഹൈ മെയിൻ്റനൻസ് ആളുകളെ കൈകാര്യം ചെയ്യൽ. ചില ആളുകളുണ്ടാവും എപ്പോഴും ചില നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിക്കും. നിങ്ങളുടെ സമയം, ഊർജം ശോഷിപ്പിക്കുകയും ചെയ്യും. നമ്മൾ അത്രയും ഒട്ടും അങ്ങനെ നമ്മളോട് ഹെൽപ്പ് ഇതുവരെ ചോദിക്കാത്ത അത്യാവശ്യമായിട്ട് നമ്മളോട് ഒരാൾ കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് ഏതു നേരവും ഇതന്നെ ചോദിക്കുന്ന ആളുകളെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അവിടെ നിർത്തന്നെ വേണം. ചിലർ നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിക്കും, നിങ്ങളുടെ സമയം, ഊർജം ശോഷിപ്പിക്കുകയും ചെയ്യും. ഇത്തരം ഡിമാൻഡിങ് പേഴ്സണാലിറ്റിനെ തിരിച്ചറിയുകയും ആരോഗ്യകരമായ അതിർവരമ്പുകൾ നിലനിർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള തന്ത്രങ്ങൾ: ശാന്തമായി നിലകൊള്ളുക. ഓരോ അഭ്യർത്ഥനയ്ക്കും ന്യായം പറയേണ്ടതില്ല. ആവർത്തിച്ചിട്ടുള്ള സമ്മർദ്ദത്തിൽ ഉലയാതിരിക്കുക. സ്വന്തം ഊർജം സംരക്ഷിക്കുക. അപ്പൊ ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് ആണ്. ശാന്തമായ നമ്മൾ കാമാവര, അവരെന്ത് പറഞ്ഞാലും നമ്മൾ അതിൽ കൂടുതൽ വിശദീകരണവും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ന്യായം പറഞ്ഞിട്ടും അങ്ങനെ ഒന്നും പറയണ്ട. പറ്റില്ല, എനിക്കിപ്പോ പറ്റില്ല, എനിക്കറിയാം, മനസ്സിലായി, പക്ഷെ എനിക്കിപ്പോ പറ്റില്ല എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം നമ്മൾ ഇത്തരം ഹൈ മെയിൻ്റനൻസ് ആളുകളെ നമ്മൾ നിയന്ത്രിക്കണം. ആവർത്തിച്ചുള്ള സമ്മർദ്ദത്തിൽ
തുലയാതിരിക്കുക. ഇവരിങ്ങനെ എപ്പോഴും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നിൽക്കും. അത് നമ്മൾ അവിടെയാണ് ചില ആളുകൾ വീണ്ടും സ്റ്റാൻഡ് മാറുക. ഇങ്ങനെ അവർക്ക് നമ്മളെ ഇതാക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളവിടെ നിൽക്കണം. നമ്മൾ ഈ ദൈനംദിന ജീവിതത്തില് നോ പറയാനായിട്ട് ഓക്കെ ദൈനംദിന ജീവിതത്തിൽ ഇല്ല പറയൽ. ജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ ഇല്ല പറയാൻ പഠിക്കുക. ചെറിയ കാര്യങ്ങളിൽ അതിർത്തി നിശ്ചയിക്കുന്നത് നിങ്ങളുടെ സമയവും മാനസിക സ്വസ്ഥതയും സംരക്ഷിക്കുന്നു. അപ്പൊ അതാണ് അതിൽ. പിന്നെ നമ്മൾ എപ്പോഴും നോ പറയേണ്ട കാര്യങ്ങളാണ് അസൗകര്യ ഫോൺ കോളുകൾ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇതിൽ നമുക്കൊരു ബ്ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് അവരെന്ത് വിചാരിച്ചാലും നമുക്കതൊരു പ്രശ്നമുള്ള ഒരു ഫോൺ കോളാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമിനെ ഇതാക്കുന്നതാണെങ്കിൽ ഒരു ബ്ലോക്ക് അടിച്ചെടുത്ത കാര്യം കഴിഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് പണ്ടായിരുന്നെങ്കിൽ പ്രശ്നമായിരുന്നു. ഇപ്പം എല്ലാവർക്കും അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഓരോരോ ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പിലൊക്കെ ചെന്ന് പെടുന്നതിനായിട്ട് നല്ലത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നല്ലതിനല്ല എന്ന് മനസ്സിലാക്കി അവർ ബ്ലോക്ക് അടിച്ച് അത് അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ. കൂടുതൽ ന്യായീകരിക്കാനോ ഇതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ അനാവശ്യമായ ക്ഷണങ്ങൾ, ഇതിനോടൊക്കെ നമ്മൾ ഡെയിലി നോ ആയി പറയണ്ട. പിന്നെ വിൽപ്പന സമ്മർദ്ദം ചിലരുണ്ടാവും, അതിലുണ്ട് വീഴും. അത്രയും മാർക്കറ്റിങ്ങിന്റെ ടെക്നിക്സ് പഠിച്ചിട്ട് നമ്മളെ വീഴ്ത്താൻ താല്പര്യമുള്ള ആൾക്കാർ. അപ്പോൾ അവരോടൊക്കെ നോ പറഞ്ഞ് ശീലിക്കുക. നമ്മളെപ്പോഴും ഡെയിലി അപ്പൊ വീട്ടിലൊക്കെ വരില്ല, നമുക്ക് അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവും. പിന്നെ ഇവര് വന്നിട്ട് ഇങ്ങനെ അത് എന്ന് പറഞ്ഞിട്ട് അതിൽ വീഴും. പെണ്ണുങ്ങളാണ് കൂടുതൽ അതിൽ വീഴാൻ ചാൻസ്. അങ്ങനെ ആവുമ്പോ എന്താണ് വെറുതെ അനാവശ്യമായി നമ്മൾ ഇതാവുമല്ലേ. പിന്നെ ഈ ഓഫർ വെറുതെ നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും. ഈ ഓഫർ ബുക്ക് കൊണ്ട് വരുമ്പോഴത്തേനും നമ്മൾ ഓടി ചെന്നിട്ട് ആവശ്യമില്ലാത്ത എല്ലാതും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ അതിനോടൊക്കെ നോ പറയാനായിട്ട് ആദ്യം പ്രാക്ടീസ് ചെയ്യണം. പിന്നെ സോഷ്യൽ മീഡിയ അഭ്യർത്ഥനകൾ, കുറേ ആൾക്കാർ റിക്വസ്റ്റ് അയക്കും, കുറേ ആളുകൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പ്രൊമോഷൻസും അതും ഇതൊക്കെ വരും. അവിടൊക്കെ ആദ്യം നോ പറഞ്ഞ് ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്കതൊന്നും ആവശ്യമില്ലാത്ത കുറേ സ്ട്രേഞ്ചേഴ്സ് എന്തിനാണ്, നമുക്ക് ആവശ്യമില്ലല്ലോ. സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുക. എല്ലാ റിക്വസ്റ്റ് അയക്കുന്നവർക്കും ഒക്കെ ആക്സെപ്റ്റ് കൊടുത്തിട്ട് പിന്നീട് പല പ്രശ്നങ്ങൾ, അവരൊരു ലിങ്ക് അയച്ചാൽ മതി, പിന്നെ നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യാനും ഒക്കെ സുഖമാണ്. അപ്പൊ നമുക്ക് പരിചയമില്ല, നമുക്ക് ആവശ്യമില്ല, നമുക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ അവിടെ നോ പറയാനായിട്ട് ആദ്യം ശ്രമിക്കാം. പിന്നെ ഇത്തരം ഓഫേഴ്സും അനാവശ്യമായ ക്ഷണങ്ങൾ, നമുക്ക് അറിയും കൂടി ഇല്ലാത്ത ആൾക്കാർ നമ്മളെ കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ ക്ഷണിച്ചാൽ അവിടെയൊക്കെ നോ പറഞ്ഞിട്ട് നമ്മൾ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആദ്യം നോ പറയാൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് അവിടെയാണ്. ഓക്കെ. അല്ലാതെ നമ്മുടെ അടുത്ത ആളുകളോട് പ്രശ്നമുള്ള കാര്യങ്ങളാണെങ്കിൽ നോ പറയണം. അല്ലാത്തത് നമ്മൾ ആ ഒരു സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നോ പറയാനായിട്ട് ശ്രമിക്കണം. ഇവരോടൊന്നും ന്യായീകരിക്കേണ്ട ഒരു കാര്യമില്ല. ഈ മോൾ പറഞ്ഞ ആൾക്കാരോട് ഒരു കാര്യത്തിലും ഞാൻ ഇങ്ങനല്ല ഞാൻ നിങ്ങളൊക്കെ അറിയില്ല അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു നോ പറഞ്ഞിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത കാര്യം കഴിഞ്ഞു. നമ്മുടെ പ്രയോജനം, ഇതിന്റെ അങ്ങനെ പറഞ്ഞാലുള്ള നമ്മൾ നോ പറഞ്ഞാലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ മുൻഗണനകൾക്ക് കൂടുതൽ സമയം കിട്ടും, മാനസിക ആരോഗ്യം മെച്ചപ്പെടും, ബന്ധങ്ങളും ആത്മാഭിമാനവും വർദ്ധിക്കും. നമുക്കൊരു ആത്മാഭിമാനം വരും. തീരെ നോ പറയാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവർക്കൊരു ഞാൻ പറഞ്ഞു ഇനി പിന്നെ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അഭ്യാസം വിജയത്തിന്റെ വഴികാട്ടി. അപ്പൊ പ്രാക്ടീസ് മേക്സ് ദ മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇത്തരം മോൾ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നോ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റാൻഡ് നമ്മൾ വരുത്തുക. ചെറിയ ചുവടുകൾ കൊണ്ടാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഇല്ല എന്ന് പറയുന്ന ശീലം ദിവസവും നമ്മൾ
പ്രാക്ടീസ് ചെയ്യണം. ദൈനംദിന ജീവിതത്തിൽ ക്രമേണ അത് പരിശീലിക്കുക. ആത്മവിശ്വാസം വളർത്തി നിങ്ങളുടെ പുരോഗതി ട്രാക്ക് ചെയ്യുക. ഓരോ ഇല്ല പറയുമ്പോഴും നിങ്ങൾ കൂടുതൽ ശക്തരാകുന്നു. ഓരോ ചെറിയ വിജയവും ആഘോഷിക്കുക. അപ്പൊ നമ്മളത് ഇന്ന് തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തും. നമ്മളെ പുരോഗതി നമ്മൾ ട്രാക്ക് ചെയ്യണം. നമ്മളിപ്പോ എന്തൊരു കാര്യം ചെയ്യണം, നമ്മൾ അതിനെ ഒന്ന് ട്രാക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ഇപ്പൊ ഇന്ന് നോ പറഞ്ഞ കാരണം ഞാൻ ഇന്ന് ആ ഒരു പ്രശ്നത്തിലേക്ക് പെട്ടില്ല. ഇന്ന് എനിക്ക് മനസ്സമാധാനം ഉണ്ട്, ഇന്നാണ്ട് ഒഴിവായി കിട്ടി. അങ്ങനെ ആ ഒരു പുരോഗതി നമ്മൾ ഓരോ ദിവസവും നമ്മൾ ട്രാക്ക് ചെയ്യണം. നമ്മൾ ഓരോ വിജയവും നമ്മൾ ആഘോഷിക്കണം. നമ്മൾ നമ്മുടെ ബ്രെയിനിന് നമ്മളൊന്ന് ട്രിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇന്ന് നോ പറഞ്ഞുകൊണ്ട് നിനക്ക് അതായത് നമുക്ക് പ്രശ്നമുള്ളൊരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഒഴിവായി എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആ ഒരു വിജയം നമ്മൾ ആഘോഷിക്കുക. ഇത് ചിലർക്ക് അതൊരു വലിയ വിഷയമാണത്. ഈ ഒരു നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വലിയ വിഷയമാണ്. എല്ലാവരും യൂസ് ചെയ്യും ഈ നോ പറയാൻ കഴിയാത്ത ആളുകളെ. എല്ലാവരും യൂസ് ചെയ്യും, എല്ലാ കാര്യത്തിലും ചെന്ന് പെടുകയും ചെയ്യും. ഈ ആളാണ് അവസാനം പ്രശ്നത്തിലാവുക. അപ്പൊ അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. നമ്മുടെ ഫ്യൂച്ചർ നമ്മുടേതാണ്. അവരുടെ കാര്യം കഴിഞ്ഞാൽ അവര് പോകും. ഇവിടെ ഈ ഒരു നോ പറയാത്തതിന്റെ പേരിൽ നാണക്കേടും കുറ്റബോധവും അനുഭവിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ നമ്മൾ ആ ഒരു കോൺസിക്വൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായി നോ പറയാം. അവരെന്ത് വിചാരിച്ചാലും എന്താക്കിയാലും കുഴപ്പമില്ല. ഇതിൽ ഞാൻ പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ, ഈ ഒരു ഗ്യാങ്ങിൽ ഞാൻ പെട്ട് കഴിഞ്ഞാൽ എന്റെ ലൈഫ് പെടും, ഞാനാകെ കൊളാവോ ആണെങ്കിൽ അവരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഇല്ലെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ ഭാവി പ്രൊട്ടക്ട് ചെയ്യുക, കുറ്റബോധമില്ലാതെ ജീവിക്കുക, ആത്മവിശ്വാസത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി. അപ്പൊ അവിടെ നമ്മളൊരു നോ പറയണതിൽ യാതൊരു ഇതുമില്ല. അപ്പൊ ആദ്യം നമ്മളത് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആദ്യം കണ്ണാടി നോക്കിയിട്ട് നോ പറയാനായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു നോ ആദ്യത്തെ ദിവസം തന്നെ ഒരു നോ പറയാ. പിന്നെ ആദ്യം ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നോ പറഞ്ഞ് ശീലിച്ചിട്ട് നമ്മൾ നോ പറയുന്ന വേണം. പറഞ്ഞില്ലെങ്കിൽ അവസാനം കഷ്ടപ്പെടുക നമ്മൾ തന്നെയായിരിക്കും. നോ എന്നതൊരു പൂർണ്ണ വാക്യമാണ്. മറ്റുള്ളവർക്ക് ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഉണ്ട് എന്ന് പറയുന്നതിന് തുല്യം. നമ്മൾക്ക് ഒരു യെസ് കൊടുക്കുന്നതാണ്. മറ്റുള്ളവരോട് നോ പറയുന്നതിലൂടെ നമ്മൾ നമുക്ക് ഒരു മുൻഗണന നൽകുകയാണ്. നിങ്ങളുടെ സമയം, ഊർജം, മാനസികാരോഗ്യം എന്നിവ വിലയേറിയതാണ്. ആരോഗ്യപരമായ അതിർവരമ്പുകൾ സ്ഥാപിക്കുന്നത് ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുകയല്ല, മറിച്ച് ശക്തിപ്പെടുത്തുന്നു. പാറ്റി ബ്രിറ്റ്മാൻ എന്നിവരുടെ ഈ ഒരു പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് കുറ്റബോധമില്ലാതെ ആത്മവിശ്വാസത്തോടെ ഇല്ല പറയാനാണ്. അപ്പം അതാണ് ഈ ഒരു ടോപ്പിക്. നമ്മളിപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം. നോ പറയാത്തതിന്റെ പേരിൽ ലൈഫില് ഒരുപാട് പ്രയാസങ്ങള് അനുഭവിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവും. അത് നമ്മൾ പ്രാക്ടീസിലൂടെ തന്നെ നമ്മളത് നേടിയെടുക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ, എന്തെങ്കിലും എക്സ്പീരിയൻസ്? ഹലോ. മാഡം നമസ്കാരം. മാഡം, ആ സാൻഡ്വിച്ച് മോഡലാണ് ഏറ്റവും ബെറ്റർ എന്നാണ്. പിന്നെ ഈ വിവാഹത്തിനൊക്കെ നമ്മളിപ്പോ ഒരാൾ ക്ഷണിച്ചാൽ നോ പറയുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മളിപ്പോ എന്ന് പറയണ്ട ശ്രമിക്കാം എന്ന് പറയുന്ന സമയം അങ്ങനെ എന്തെങ്കിലും പറയാന്നല്ലാണ്ട് നമ്മള് അതിന് പോവാണ്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ അവരത് പ്രത്യേകം ശ്രദ്ധിക്കൊന്നുമില്ല. ഓൾറെഡി കൂടുതൽ പരിചയമില്ലാത്ത ആളാണെങ്കിൽ പിന്നീട് അഥവാ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു അത്യാവശ്യമായി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ അതൊരു വെറുപ്പ് പോലെ തോന്നൂലേ വിവാഹത്തിനൊക്കെ ക്ഷണിക്കുമ്പോ? വരാം. പിന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോണ്ട. നമ്മൾ പിന്നീട് അവരങ്ങനെ ശ്രദ്ധിക്കൂല. ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ഒരു അത്യാവശ്യമായി പോയി അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞെന്ന് പറഞ്ഞാൽ മതിയില്ലേ. അതങ്ങനെ നൈസായിട്ട് ഒഴിവാക്കാം എന്നാണ് എന്റെ അഭിപ്രായം. അതെ, അത് നമ്മൾ സാഹചര്യം, സന്ദർഭം അനുസരിച്ചിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യണം. ആ ഒരു ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് പ്രധാനമാണല്ലോ ബന്ധങ്ങൾ. അല്ലെങ്കിൽ അവര് എന്താ പറയണ്ടേ, നമ്മളെ എങ്ങനെ ഒരു റഫായിട്ട് പറയുമ്പോ നമ്മുടെ ഒരു ഗുഡ് വിൽ അവർ ഇല്ലാതാക്കും. അവന് പൊതുവെ അങ്ങനെ ഒരു ടൈപ്പാണ് എന്താ പറയണ്ടേ.
അങ്ങനെയൊക്കെ തോന്നുന്നു. അത് നമ്മള് പ്രൊട്ടക്ട് ചെയ്യണം അത് എപ്പോഴും. ബാക്കിയൊക്കെ മേഡം പറഞ്ഞ കടം കൊടുക്കുമ്പോഴൊക്കെ കടങ്ങളൊക്കെ കൊടുക്കുന്നതൊക്കെ എന്താ പറയണ്ട കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം. ആളെ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും അവർക്ക് ഇൻകംസ് ഉണ്ടോ, അദ്ദേഹത്തെ നമ്മൾ അത്യാവശ്യത്തിന് കിട്ടുമോ. പിന്നെ നമ്മളെ ഒരു കപ്പാസിറ്റി കണക്കായിട്ട് മാത്രമാണ് നമ്മൾ കടം കൊടുക്കാനും പാടുള്ളൂ, അത്യാവശ്യമാണെങ്കിൽ തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രതിസന്ധിയായി പറയുന്ന മേഡം പറഞ്ഞ പോലെ വെറുപ്പ് പ്രശ്നങ്ങൾ അതൊക്കെ എനിക്ക് മുന്നേ ജീവിതത്തിൽ ഉണ്ട് ഓൾറെഡി നല്ല രീതിയിൽ. അങ്ങനെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ഓക്കെ, താങ്ക് യു മാഡം. നല്ല ടോക്കിംഗ്, മോർണിംഗ് ടോക്ക്. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇതുപോലെ മുമ്പ് മടിയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ എങ്ങനെയൊക്കെ സമയം ഉണ്ടാക്കി കയ്യിലില്ലാത്ത പൈസയൊക്കെ കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം ചെയ്യാറില്ല. ഇപ്പം പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും. പിന്നെ മാം പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മള് വിശദീകരിക്കാൻ നിൽക്കരുത്. വിശദീകരിക്കാൻ നിന്നാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും, നോ പറയുന്ന കാര്യം മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾ ഓഫീസിലൊക്കെ ഞങ്ങൾ പൊതുവിൽ പറയുന്നതാണ്, മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ക്ലയൻസിന്റെ അടുത്ത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. നമ്മൾ എത്രത്തോളം എക്സ്പ്ലനേഷൻ കൊടുക്കുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാവും അതുപോലെ തന്നെ വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പം ഏറ്റവും നല്ലത് ഒരു ബുദ്ധിമുട്ടുണ്ട്, പറ്റില്ല എന്ന് പറയാം. അത് നല്ല രൂപത്തിൽ പറയാം. എന്തായാലും നല്ല ടോപ്പിക് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. നോ ഇപ്പോഴ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഈ നോ പറയാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന അവസ്ഥ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ അടുത്ത് ഒരു LIC ഏജന്റ് വന്ന്, അപ്പൊ ആൾറെഡി നമുക്ക് LIC ഇത് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ പറയും നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്രയേറെ ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏറെ സ്വാധീനിച്ച വ്യക്തിയായിരിക്കാം. അപ്പൊ അവിടെ നമുക്കൊരു എങ്ങനെ പറയും, ഈ ഒരു റിലേഷൻ എങ്ങനെ നമ്മൾ നോ പറയുകയാണെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. അങ്ങനെ ഒരു വിചാരം നമ്മളുടെ ഇടയിൽ വരും. അപ്പൊ നമ്മൾ അങ്ങനെ ആ നോ പറയുന്നതിലാണ് നമ്മുടെ വിജയം. എന്ന് വെച്ചാൽ നമുക്കൊരു വ്യക്തമായ പേഴ്സണാലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആ നോ പറയുന്നതിലൂടെ. അതുപോലെ തന്നെ മാം പറഞ്ഞത് ആ സാൻഡ്വിച്ച് ടെക്നിക്ക് കൊള്ളാം. ഫസ്റ്റ് നമുക്ക് അതിന്റെ ആദ്യത്തെ ബ്രെഡ് എടുത്ത് വെക്കുമ്പോൾ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ സംഭാഷണം കേട്ടും കൊണ്ട് നമുക്ക് താങ്ക്സ് പറയാം. അതിന്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ നമുക്ക് അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ആ ഒരു എന്ന് വെച്ചാൽ അവർക്ക് വിഷമം തോന്നാത്ത രീതിയിൽ ക്ലിയർ ആയിട്ട് നിരസിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത ബ്രെഡ് എടുത്ത് കമത്തി വെക്കത്തില്ലേ, അതിന്റെ പുറത്ത് കാണുന്ന ആ ഒരു നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യാം. എന്താണ് അതിന്റെ കോസസ് എന്താണ് എന്ന് പറയുമ്പം നമുക്ക് അവിടെ ഒരു റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യാം. രണ്ടു കൂട്ടർക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ. ഈ സാൻഡ്വിച്ച് ടെക്നിക്ക് വളരെ നന്നായിരുന്നു മാം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഇടയിലും നമ്മൾ എല്ലാ സാധനങ്ങളും അവർ പറയുന്നതിന് മുമ്പേ അവർ മനസ്സിൽ വിചാരിക്കുമ്പം മേടിച്ചു കൊടുക്കുന്ന പേരൻസ് ആണ് ഇപ്പൊ കാണപ്പെടുന്നത്. അപ്പൊ ഇത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, അവരറിയുന്നില്ല. ഇന്ന് ചെറിയൊരു ലോക്കൽ ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് മേടിച്ചു കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ പറയും സ്മാർട്ട് ഫോൺ തന്നെ വേണം. പിന്നെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആവശ്യങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് വലിയൊരു ബുദ്ധിമുട്ട്. അതാണ് പേരൻസിന്റെ ഇടയിൽ നോ പറയാൻ അവർക്ക് ഈ സ്നേഹം കുറഞ്ഞു പോവോ മക്കളിൽ നിന്നുള്ള. ഇതുപോലെ തന്നെ ആൾക്കാരുടെ ഇടയിലും റിലേഷൻഷിപ്പിനെ, സൗഹൃദങ്ങളെ ബാധിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മളിപ്പം നോ പറയേണ്ട സ്ഥാനത്ത് അവരുടെ അടുത്തും ഇപ്പൊ കുറച്ച് ക്യാഷ് ചോദിച്ച് നമ്മളെ ഇല്ലെന്ന് പറയില്ല. കാരണം എന്താണ്, ഒരു ബുദ്ധിമുട്ട് തോന്നും. ആ റിലേഷൻ ചിലപ്പം കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ വേറെ എവിടെന്നെങ്കിലും മറിച്ച് തിരിച്ചെങ്കിലും അവർക്ക് കൊടുക്കും. പക്ഷെ അവര് തിരിച്ച് ക്യാഷ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നവര് ബുദ്ധിമുട്ടും. അപ്പൊ ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. മാം നല്ലൊരു ടോപ്പിക് തന്നെ എടുത്ത് ഇന്ന് ഈ സെഷൻ അവതരിപ്പിച്ച് താങ്ക് യു മാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്.
ചില റിലേഷൻഷിപ്സിലൊക്കെ ചെന്ന് പെടുമ്പോഴേ ഇതൊരു വലിയ ഒരു ഇതാണ്. കാരണം എത്രയോ ആളുകൾ അങ്ങനെ ഓരോരോ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ട് ലൈഫ് അങ്ങോട്ട് കൊളാക്കും. ഒരൊറ്റ നോ, അയാളുടെ കൂടെ അന്ന് പോയത് കൊണ്ടാണ് എന്ന് എനിക്ക് ഈ ഒരു ഗതി വന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോയതായിരിക്കും. അത് പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് അത് വലിയ വിഷയമൊക്കെ ആയി കുറെ കുട്ടികളും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കുക. ഇന്ന് എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുക, നമ്മളെ നാറ്റിക്കുക, അല്ലെങ്കിൽ നമ്മൾ ലൈവിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതും എല്ലാം ആർക്ക് വേണമെങ്കിലും എന്ത് റെക്കോർഡ് ചെയ്യാം. ഇപ്പൊ പണ്ടത്തെ കാലം പോലെ അല്ല, ആർക്ക് വേണമെങ്കിലും. അപ്പൊ അതിന്റെ ഒക്കെ കോൺസിക്വൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു പ്രൈവസി നമ്മൾ കീപ്പ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് പോവില്ല. പിന്നെ അത് അതിൽ അപ്ലോഡ് ചെയ്താൽ പിന്നെ അത് അവിടെ ഉണ്ടാവും. പിന്നീട് അതല്ലേ ഇപ്പൊ ആൾക്കാർ പണ്ടത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഈ സെലിബ്രിറ്റീസ് ഒക്കെ കിടന്നിട്ട് കഷ്ടപ്പെടുന്നു. അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മളെ കുട്ടികളെ നമ്മളത് പറഞ്ഞു പറയും. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഇപ്പൊ ഫോണാണ്. അവര് ഇങ്ങനെ റീൽസ് എടുക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. ഭാവിയിൽ അത് അവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് ആ ഒരു നോ നമ്മൾ ഇപ്പൊ തന്നെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് അത് ഇതാവും. മറ്റുള്ളവർക്ക് നമ്മളെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. അതിന് വേണ്ടിയിട്ട് ഓരോന്നിന്റെ എല്ലാത്തിനോടും നോ പറയാനായിട്ട്, ഫോണിനോട് പ്രത്യേകിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോ പറയാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനില്ല? ചെയ്യാലേ. അപ്പൊ എന്തായാലും നല്ല ടോപ്പിക് ആയിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്. അത് പിന്നെ മാം ഒരു ബുക്ക് കാണിച്ചിരുന്നോ സ്റ്റാർട്ടിങ്ങിൽ? ഉണ്ട്, കാണിച്ചു. ഹൗ ടു സേ നോ. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഇയാളുടെ, അല്ലെങ്കിൽ ബുക്കിന്റെ ഫോട്ടോ ഷെയർ ചെയ്യാം. ശരി. ഇതിനകത്ത് കുറെ എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം എങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, അത് സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, തീരെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇത്, എങ്ങനെ അതിനെ ഇതാക്കാനായിട്ട് സാധിക്കും. താങ്ക് യു. താങ്ക് യു. താങ്ക് അപ്പൊ യു. താങ്ക് യു താങ്ക് യു സോ മാം. മച്ച്. ഹാവ് എ നൈസ് ഡേ എവ്രിവൺ. താങ്ക് യു. താങ്ക് യു ഓൾ. Okay.